എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനയുടെ ഏറ്റവും വലിയ അളവുധാന്യം ഏടെന്നറിയോ? മദീനയുടെ ഏറ്റവും പരിശുദ്ധമായ നന്മ ഏടെന്നറിയോ? അത് മറ്റൊന്നുമല്ല, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ മദീനയുടെ ഏറ്റവും അനുഗ്രഹീതമായത് അജ്വ എന്ന ഈത്തപ്പഴമാണ്. മദീനത്തെ തോട്ടത്തിൽ കായ്ച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ സഹോദരങ്ങളെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് നട്ടുപിടിപ്പിച്ച ഈത്തപ്പഴമാണ് അജ്വ ഈത്തപ്പഴം. ആ അജ്വ ഈത്തപ്പഴം എന്നാണ് അജ്വ ഈത്തപ്പഴം എന്നറിയുമോ? ഹിയ സയ്യിദാത്തുൻ മിൻ തംറാത്തിൽ അർള്. ഹബീബായ നബി തങ്ങൾ പറയാ, ലോകത്തുള്ള മുഴുവൻ പഴങ്ങളെയും ഹിയ സയ്യിദാത്തുൻ മിൻ തംറാത്തി ദുനിയാ, ദുനിയാവിലെ മുഴുവൻ പഴങ്ങളുടെയും റാണിയാണ് അജ്വ. വെറും ഒരു കരകരത്ത ഈത്തപ്പഴമല്ല. ഇന്നും മദീനയിലേക്ക് നടന്നു പോകുമ്പോ, അജ്വക്ക് വേണ്ടി നാം കടന്നു പോകുമ്പോ അറിയണം നിങ്ങൾ എന്താണ് അജ്വ എന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ പഴങ്ങളുടെ നേതാവെന്ന് സ്വർഗത്തിന്റെ നേതാവ് പറഞ്ഞ, ഇന്ന് തായ്ലൻഡിൽ നിന്ന് അങ്ങകലെ വിയറ്റ്നാമിൽ നിന്ന് അങ്ങകലെ ചൈനയിൽ നിന്നിറങ്ങുന്ന എത്രയെത്ര വിവിധതരം പഴങ്ങൾ, ഏതൊക്കെ രുചികൾ, ഏതൊക്കെ രുചിഭേദങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ലോകത്തിലെ പഴങ്ങളുടെ നേതാവാരെന്നറിയുമോ? അത് ഈ കറുകറുത്ത നമ്മുടെ കൈവിരലിന്റെ ഉള്ളിൽ നിൽക്കുന്ന അജ്വത്ത് മദീന. അത് മദീനയുടെ ഈത്തപ്പഴമായ അജ്വ ഈത്തപ്പഴമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തസബ്ബഹതുൽ യൗമിൻ ബിസബഇ തമറാത്തിൻ അജ്വ, ആരെങ്കിലും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ 7 അജ്വ ഈത്തപ്പഴം കഴിച്ചാൽ, ആരെങ്കിലും എഴുന്നേറ്റാൽ ഉടനെ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു ദിവസത്തിലെ പ്രഭാതത്തിലെ ആമാശയത്തിൽ ചെല്ലുന്ന ആദ്യത്തെ ഭക്ഷണം അത് 7 അജ്വ ഈത്തപ്പഴം. ലം യദുറുഹു ഫീ ദാലികൽ യൗമി സമ്മുൻ വലാ സിഹ്റുൻ. ഹബീബായ നബി തങ്ങൾ പറയാ, ഔഷധമാണേ മദീന, ആനന്ദമാണേ മദീന, അത്ഭുതമാണേ മദീന. അവിടെ മുളച്ചുപോയ അജ്വ ഈത്തപ്പഴം പോലും ആരെങ്കിലും രാവിലെ 7 അജ്വ ഈത്തപ്പഴം കടിച്ചാൽ അന്നേ ദിവസം അവന് വിഷബാധയുണ്ടാവുകയില്ല, അന്നവനെ വിഷം തോണ്ടുകയില്ല, അന്നവനാരെങ്കിലും സിഹ്ർ ചെയ്താൽ അവനാ സിഹ്റേൽക്കുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പാമ്പിന്റെ ഉഗ്രവശത്തെ പോലും നിർവീര്യമാക്കാൻ കഴിയുന്ന, ക്യാൻസറിന് പോലും മരുന്നന്വേഷിച്ചു പോയ ലോകത്തിന്റെ ഗവേഷണം എത്തിയത് മദീനത്തിന്റെ ഈത്തപ്പഴത്തിലേക്കാണെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ആ ഈത്തപ്പഴമാണ് ജീവിതത്തിന്റെ ദുര്യോഷതമെന്ന്. എന്നിട്ടില്ല, മദീനയുടെ കാറ്റ് പോലും സുന്ദരമാണ്, മദീനയുടെ മണ്ണ് പോലും അത്ഭുതമാണ്. ഒരു വല്ലാത്ത അത്ഭുതമാണ് മദീന. നാഗരികതകളുടെ സിവിലൈസേഷന്റെ തലസ്ഥാനമാണ് മദീന. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിലെ മണൽച്ചെടികൾ പോലും. അതുകൊണ്ടാണ് ഷായിറേഹിന്റെ അല്ലാമായി ഇഖ്ബാല് പോലും പറഞ്ഞത്, എന്റെ കണ്ണിന് സുറുമയിടാൻ ഞാൻ ആഗ്രഹിച്ചത് കോടാത്തി സുറുമയല്ല, മദീനയുടെ മണൽത്തരി എടുത്തിട്ട് എന്റെ കണ്ണിന് സുറുമയിടണം. ജന്മനാ അന്ധനായി പോയ മനുഷ്യൻ പോയി മദീനയുടെ മണ്ണിലിരുന്ന് പാടിയത്രേ, മത്താഉ കഹീലു മിന തറാക ജുഫൂനി മതാഫൂസു ബിനളറത്തിൻ മിൻ സയ്യിദി. എപ്പോഴാണ് മദീനയുടെ മണൽത്തരി എടുത്തിട്ട് എന്റെ കണ്ണിൽ എനിക്കൊരു സുറുമയിടാൻ കഴിയുക? പ്രേമമാദനത്തിന്റെ, പ്രേമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുപോലെ അല്ലാഹുവിന്റെ റസൂലിനോട് അനുരാഗമുള്ള പ്രവാചക പ്രേമികൾ ആ മദീനയുടെ മണ്ണിന് പോലും അനുരാഗം കൊടുത്തു. എന്താണ് മദീനയുടെ മണ്ണെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ ഒരു ദിവസം വല്ലാതെ ഭൂമിയൊന്ന് കുലുങ്ങിപ്പോയി.
ആ ഭൂമി കുലുങ്ങിപ്പോയപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കുലുങ്ങുന്ന ഭൂമിയുടെ മുകളിൽ മദീനത്തിന്റെ സഹാബത്ത് വിറച്ചു നിൽക്കവേ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ കാലുകൊണ്ട് ആ മദീനയുടെ മണ്ണിലേക്ക് ചവിട്ടിയിട്ട് പറഞ്ഞു വത്ര ഭൂമിയെ അടങ്ങി നിൽക്കുക, ഭൂമിയെ അടങ്ങി നിൽക്കുക, ഭൂമിയെ അടങ്ങി നിൽക്കുക. ആരാണ് ഈ മദീനയിൽ കിടക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന മദീന. നിന്റെ ഗർഭപാത്രത്തിലെ ലോകത്തിന്റെ നേതാവ് കിടക്കുമ്പോ നിന്ന് കലിതുള്ളുന്നുവോ ഭൂമിയെ എന്ന് ഭൂമിയോട് സംസാരിച്ചു ഉമർ റളിയല്ലാഹു തആല അൻഹു. ശറഹുൽ മുഹദ്ദബിലടക്കമുള്ള ലോക പ്രശസ്ത ഗ്രന്ഥങ്ങളിൽ കാണാം. അതിനുശേഷം പിന്നെ ഇന്നേ വരെ ആ മദീനയിൽ ഭൂകമ്പം ഉണ്ടായിട്ടില്ല, ഭൂമി പിന്നെ വിറച്ചിട്ടില്ല. ആരാണ് കിടക്കുന്നതെന്നറിയോ? മണ്ണേ നിനക്ക് ലോകത്തിന്റെ നേതാവാണ് കിടക്കുന്നത്, ലോകത്തിന്റെ രാജാവാണ് കിടക്കുന്നത്. എന്റെ മദീനയിലേക്ക് പ്ലേഗ് കടന്നു വരില്ല. ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് മദീനയിലേക്ക് പോകുമ്പോ മദീനക്കാര് താലബദർ കൂടിയിട്ട് പാടിയെടുക്കുമ്പോ അന്ന് മദീനയിലും മലമ്പനിയാണ്, എല്ലാവർക്കും മലമ്പനി പടർന്നു പിടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ മദീനക്കാരന്റെ അൻസാറുകളാണ്, ഇവർക്ക് ബാധിച്ച വ്യാധിയിൽ നിന്ന് നീ ഇവരെ രക്ഷിക്കണേ അല്ലാ. പിന്നീട് ഇതേവരെ മദീനയിലും മലമ്പനി വന്നിട്ടില്ല. എന്ന മദീനക്കാർക്ക് പ്ലേഗ് ബാധിക്കുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ മണ്ണും മഹിതമാണ്, മദീനയുടെ ഈത്തപ്പഴവും മഹിതമാണ്. കാരണം ഞാനൊന്ന് പറയട്ടെ, നൈനിറ്റാളല്ല. ഓരോ അവധിക്കാലം എത്തുമ്പോൾ നൈനിറ്റാളിലേക്കും മാതകരകരമായ നൈനിറ്റാളിൽ ലോസ് ആഞ്ചലസ് മക്ക ട്രിപ്പിന് വേണ്ടി കാരെ കൂട്ടി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദീനയിലെ ഈത്തപ്പഴ തോട്ടമേടെന്നറിയോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ രാജസ്ഥാനിലുമുണ്ട് ഈത്തപ്പന, പക്ഷേ മദീനയിലെ ഈത്തപ്പന, ആ ഈത്തപ്പന ഏതെന്നറിയുമോ? അതാദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈത്തപ്പനയാണ്. സ്വർഗത്തിന്റെ സസ്യം ഭൂമിയിൽ വിളഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അത് നൈനിറ്റാളിലല്ല, അത് ചിറാപുഞ്ചിയിലല്ല, അത് ഷിംലയിലല്ല, അത് പട്ടായയിലല്ല, അത് ലങ്കാവിയിലല്ല, അതെന്റെ മുത്തിന്റെ നാട്ടിലാണ് മദീനത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.